ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എന്താ പറയുക, വൃശ്ചിക മാസം 1-ാം തീയതി മണ്ഡലമാസം അല്ലേ. അപ്പോൾ മണ്ഡലമാസം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. വൃശ്ചിക മാസം പറഞ്ഞാൽ തന്നെ സ്വാമിമാരുടെ മാസമാണ്. നമുക്ക് ഈ വൃശ്ചിക മാസത്തിൽ നല്ല തണുപ്പും കാറ്റും ഒക്കെ ആയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് അല്ലേ. അപ്പോൾ എല്ലാവരും വ്രതം എടുത്തിട്ടും മാലയിട്ടിട്ടൊക്കെ ഇരിക്കുന്ന മാസങ്ങളാണ്. ഇവിടുന്നുണ്ട് ഒരു 2 മാസം 41 ദിവസം വ്രതം എടുത്ത് മലയ്ക്ക് പോകുന്ന ആൾക്കാരുണ്ടാകും. ഇപ്പോൾ മാലയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും, നോൻപെടുത്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഭഗവാൻ അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 1-ാം തീയതിയായിട്ട് എണീറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ നമ്മൾ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചു. അതിന് ശേഷം പിന്നെ നമ്മൾ എന്താ പറയുക, കടല വേവിക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ സാമ്പ്രാണി പോയിക്കാൻ വേണ്ടി കുറച്ച് തീ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ നമ്മൾ പൂവൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പുതിയ വെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടെ പൂവ്, ജമന്തി പൂവൊക്കെ ഒന്ന് പിച്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ രാവിലെ തന്നെ നമ്മൾ പതിവ് പോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ നേരത്തെ എണീറ്റതും നമ്മുടെ എല്ലാവരുടെയും അടിച്ച് തുടച്ച് മിറ്റമൊക്കെ അടിച്ച് കോലമൊക്കെ ഇട്ടതിന് ശേഷമാണ് പിന്നെ കുളി കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ ബാക്കിയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ ഇവിടെ വിളക്ക് വെക്കുന്നത് അക്ഷയാണ്. അപ്പോൾ അക്ഷയ നമ്മൾ പൂവ് പുറത്തുനിന്ന് വാങ്ങിയത് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ അവിടെ ഉണ്ടായിരുന്നിട്ടുള്ള കുറച്ച് പൂ വലിച്ച് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ പൂവൊക്കെ ഒന്ന് പറിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ അവിടെ കുറച്ച് ജമന്തി അല്ല, ചെണ്ടുമല്ലി കേട്ടോ, മഞ്ഞ ചെണ്ടുമല്ലി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഓണം കഴിഞ്ഞു, നവരാത്രി കഴിഞ്ഞു എന്നിട്ടാണ് കേട്ടോ നമ്മുടെ ചെണ്ടുമല്ലി മെല്ലെ പൂത്ത് വന്നിരിക്കുന്നത്. നല്ല കൊണ്ട ചെണ്ടുമല്ലിയാണ്, ഒരു 3-4 ചെടിയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ മെല്ലെ മെല്ലെ പൂത്ത് വന്നിട്ടുണ്ട്. മഞ്ഞ കളറിൽ പൂത്ത് നിൽക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ജമന്തി പോലെ, അതുപോലെ നമ്മുടെ റെഡ് പൂത്തിട്ടുണ്ട്, പിന്നെ വെള്ളപ്പൂ പൂത്തിട്ടുണ്ട്. അപ്പോൾ അക്ഷയ കുറച്ച് ചെണ്ടുമല്ലിയും കൂടെ, ചെണ്ടുമല്ലിയില്ല, ചെമ്പരത്തിയും കൂടെ പറിക്കട്ടെ വേണ്ടിയിട്ട് മതിലേക്ക് ഇരുന്ന് പറിക്കുകയാണ് കേട്ടോ. പിന്നെ ചെമ്പരത്തി നിറയെ പൂത്ത് നിൽക്കുന്നുണ്ട്. നമ്മുടെ ഈ കളർ ചെമ്പരത്തി, ചുവന്ന ചെമ്പരത്തി ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനതൊക്കെ ഒന്ന് നോക്കി അതിന് ശേഷം പിന്നെ നമ്മുടെ ഉമ്മറത്തുള്ള പൂവൊക്കെ നന്നായി തന്നെ ഒന്ന് പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ പൂക്കൾ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയും അതുപോലെ മനസ്സിന് കുളിർമ നൽകുന്ന ഒരു കാര്യം കൂടിയാണ് അല്ലേ. ഞാൻ പിന്നെ അതെല്ലാം നോക്കി വന്നതിന് ശേഷം പിന്നെ നമ്മുടെ തീയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവരുടെയും ഒന്ന് സാമ്പ്രാണി കാണിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മുടെ എന്താ പറയുക, സാമ്പ്രാണി ചേർത്ത് കൊടുത്തു. അതിന് ശേഷം നമ്മൾ വെള്ളക്കടുക് കൂടെ ഒന്ന് നമ്മുടെ ഇതിലേക്ക് ചേർത്ത് അതുകൂടെ ഒന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുറേ ഐറ്റംസ് നമുക്ക് നമ്മുടെ വീട്ടിൽ സാമ്പ്രാണിക്ക് പകരം ഇതുപോലെ കാണിക്കാൻ പറ്റുന്ന കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, തന്നെ വീഡിയോ ആയിട്ട് ഇടാവുന്നതാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എല്ലാ റൂമിലും എല്ലാ മുക്കിലും മൂലയിലും നമ്മളിതുപോലെ സാമ്പ്രാണി കാണിക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ അതെല്ലാം കാണിച്ച് കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ പിന്നെ കടലക്കറിയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. കടലക്കറി പിന്നെ നമ്മൾ കടുകൊക്കെ ഒന്ന് താളിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ കടലക്കറി ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ കടലക്കറിയും രാവിലെ ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചപ്പാത്തിയൊക്കെ ഞാൻ കുഴച്ച് വെച്ചതിന് ശേഷമാണ് പിന്നെ കുറച്ച് നേരം വെച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ. പിന്നെ ഞാനതൊക്കെ എല്ലാം ഒന്ന് റെഡിയാക്കി കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുത്ത് ഉരുണ്ടകളൊക്കെ ആക്കി എടുത്തതിന് ശേഷം ഒന്ന് പരത്തി എടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറഞ്ഞിട്ടാണ്. അപ്പം നമ്മൾ ചപ്പാത്തി വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കലും പരത്തലും ഒപ്പം ആകുന്നത് കൊണ്ട് തന്നെ ചപ്പാത്തി പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ വേഗം തന്നെ അതൊക്കെ ഉരുട്ടുന്നതോടൊപ്പം തന്നെ നമ്മുടെ ദോശക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടാകുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് വേഗം തന്നെ നമ്മുടെ ചപ്പാത്തിയൊക്കെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ പരത്തുന്നത് വെച്ചിട്ട് പൊടി അവിടെ തന്നെ കുറച്ച് ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൊടി എല്ലാവിടെയും പോയിട്ട് കൗണ്ടർ ടോപ്പൊന്നും വൃത്തിയാകാണ്ട് നമുക്ക് കറക്റ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെയാണ് ചപ്പാത്തി എപ്പോഴും പരത്തി എടുക്കാറുള്ളത്. ചപ്പാത്തി പരത്തലും ഉണ്ടാക്കലും ഒപ്പം ആകുന്നത് കൊണ്ട് തന്നെ ചപ്പാത്തിപ്പണി നമുക്ക് ഭയങ്കര കഷ്ടമായിട്ട് തോന്നാറില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ നെയ്യൊക്കെ നന്നായി തന്നെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ചപ്പാത്തിയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം നമ്മുടെ അശ്വിൻ്റെ കൈ
വഴിയാണ് കേട്ടോ കാണുന്നത്. ചന്ദനത്തിരി കത്തിക്കാൻ വന്നതാണ്. അങ്ങനെ ഞാൻ വേഗം തന്നെ നമ്മുടെ ചപ്പാത്തിയിൽ നെയ്യൊക്കെ ചേർത്തൊന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നമ്മൾ വീട്ടിലുണ്ടാക്കിയ നെയ്യായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ചപ്പാത്തിക്ക്. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ചപ്പാത്തിക്ക് നമ്മുടെ നെയ്യൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുഞ്ഞ് സ്പൂൺ വാങ്ങിയത് ഇതിനാണ് കേട്ടോ, അങ്ങനെ നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. വലിയ സ്പൂണൊക്കെ വെക്കുമ്പോൾ നമ്മൾ അതിൽ ഇട്ട് കഴിഞ്ഞാൽ താഴേക്ക് വെറുതെ വീണ് പോകും. ഇതാകുമ്പോൾ ആ ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ നാളായി ഇങ്ങനെ കുഞ്ഞ് സ്പൂൺ അന്വേഷിച്ച് നടക്കണം. നമുക്ക് ഇപ്പോഴാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വേഗം തന്നെ നമ്മൾ ചപ്പാത്തിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കുക്കിംഗ് പണി കുറച്ചുകൂടി ഉണ്ട്. ഉച്ചക്കലത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനുണ്ട്. അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ രാവിലെ എണീച്ചത് നമ്മൾ ക്ലീനിങ് പരിപാടിയെല്ലാം കഴിഞ്ഞ കാരണം ആ ഒരു ടെൻഷൻ നമുക്കില്ല കേട്ടോ. അപ്പോൾ ബാക്കി കുക്കിംഗ് ആകുമ്പോൾ നമുക്ക് എന്തായാലും കറക്റ്റായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ക്ലീനിങ് നേരത്തെ ചെയ്ത് കഴിഞ്ഞാൽ കുക്കിംഗ് പരിപാടി എളുപ്പമാണ് കേട്ടോ. അങ്ങനെ ഞാൻ വേഗം തന്നെ നമ്മുടെ ചോറിനുള്ള വെള്ളമൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. അപ്പോൾ അത് വെള്ളം വെച്ച് റെഡിയാകുന്ന നേരം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൂടെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് കൂട്ടാൻ വയ്ക്കുന്ന ഒരു റെസിപ്പി കൂടെ കാണിക്കുന്നുണ്ട്. ഇത് 2 ദിവസം മുന്നേ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. പക്ഷേ അത് ആ വീഡിയോയിൽ ഇട്ടപ്പോൾ ഒരുപാട് നമ്മുടെ വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടിയ കാരണം ഞാനതൊന്ന് മാറ്റി വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി കണ്ടോളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ നാടൻ പച്ചപ്പയറും ഉരുളക്കിഴങ്ങും കൂടിയുള്ള കറിയാണ് കേട്ടോ നമ്മൾ വെക്കുന്നത്. അപ്പോൾ പച്ചപ്പയറും ഉരുളക്കിഴങ്ങും കൂടെ ക്ലീൻ ചെയ്ത് കഴുകി നമ്മൾ മൺചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്ത് അതിലേക്ക് നമ്മൾ 1 സ്പൂണ് മുളക് പൊടി, 1.5 സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് വറുത്തെടുത്തിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് ഒരു 3-4 ചെറിയുള്ളി കൂടെ ചേർത്ത്, ചെറിയുള്ളി ചതച്ചതാണ് കേട്ടോ, അതുകൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായി തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ചേർത്ത് നമ്മുടെ പയറും ഉരുളക്കിഴങ്ങും നല്ലപോലെ വെന്ത് വന്നതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അരപ്പ് എന്ന് പറയുമ്പോൾ ഒരു 1/2 ഗ്ലാസ് തേങ്ങയിൽ 1/4 സ്പൂണ് ചെറിയ ജീരകം, നമ്മുടെ നല്ല ജീരകം ചേർത്ത് അരച്ചത് കൂടെയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. വെള്ളമൊക്കെ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുകൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ. മല്ലിപ്പൊടിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. ഇനിയിപ്പോൾ 1 സ്പൂണ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരുപാട് മല്ലിപ്പൊടി ചേർക്കേണ്ട, ചേർത്ത് അത്രയ്ക്ക് നന്നായിരിക്കില്ല നമ്മുടെ കറി. അങ്ങനെ ഞാൻ അതൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് നന്നായി തന്നെ തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല പച്ച കറിവേപ്പിലയും അതുപോലെ നാടൻ പച്ച വെളിച്ചെണ്ണയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പയറും ഉരുളക്കിഴങ്ങും കൂടിയുള്ള കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് തൈരിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പച്ച വെളിച്ചെണ്ണ ചേർത്താൽ തന്നെ ഭയങ്കര സ്വാദാണ് കേട്ടോ നമ്മുടെ ഈ കറിക്ക്. അപ്പോൾ നമ്മുടെ കറി ഒന്ന് ചിറ്റിച്ച് കൊടുത്ത് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അന്ന് കൊണ്ടാട്ടം വാങ്ങിയിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് പറഞ്ഞത് ഈ വീഡിയോയിലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കാണിക്കുന്നത് നമ്മുടെ താമര വറ്റലാണ് കേട്ടോ. താമര വറ്റൽ നല്ല ടേസ്റ്റാണ് കേട്ടോ വറുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ശരിക്കും പറയണേ താമര വറ്റലിൻ്റെ തണ്ട്, പച്ച തണ്ട് കറി വെച്ചിട്ടൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ അമ്മ വീട്ടിൽ പോകുന്ന സമയത്ത് അവിടെ ഇങ്ങനെ പച്ചത്തണ്ട് കിട്ടുമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പച്ചത്തണ്ട് കറി വയ്ക്കും, നല്ല ടേസ്റ്റാണ്. അതിനെ ഉണക്കി വറ്റലും ഉണ്ടാക്കും. പക്ഷേ ആ ടേസ്റ്റൊന്നും ഈ താമര വറ്റലിന് അത്രയ്ക്കില്ല കേട്ടോ. കണ്ടപ്പോൾ നമ്മൾ കൊതി കൊണ്ട് വാങ്ങിയതാണ്. ഒരു പാക്കറ്റ് താമര വറ്റലിന് 100 രൂപയാണ് കേട്ടോ. നമ്മൾ തേരിന് പോയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ അന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ കാണിച്ച കാരണമാണ് കേട്ടോ നമ്മളതിൽ ഡീറ്റെയിൽ ആയി കാണിക്കാണ്ടിരുന്നത്. പക്ഷേ അത് വീഡിയോ ലെങ്ത്തായ കാരണം ഇത് അതിലേക്ക് ആഡ് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മൾ കപ്പയ്ക്ക വറ്റലൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന് 50 ഉറുപ്പ്യാണോ മറ്റാണ് തോന്നണം കേട്ടോ. അപ്പോൾ അത് രണ്ടും വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ 2 റെസിപ്പിയും നമ്മൾ അന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്താണ്. അങ്ങനെ 2 വറ്റലും വറുത്തിട്ടുണ്ട്. എന്താ പറയുക, വലിയ ടേസ്റ്റ് പറയാനൊന്നും ഇല്ല കേട്ടോ. 2 വറ്റലും കണ്ടപ്പോൾ വാങ്ങിയെന്ന് മാത്രം. അങ്ങനെ നമ്മൾ വറ്റൽ 2ഉം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നൊക്കെ എന്താ കറി വെച്ചതെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് കൂർക്ക വാങ്ങിയിട്ടുണ്ട് കേട്ടോ. മണ്ഡലമാസം വൃശ്ചികമാസം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കൂർക്ക വിട്ടുള്ള ഒരു കളിയും ഇല്ല കേട്ടോ. അപ്പോൾ കൂടുതലും ഈ മാസങ്ങളിൽ കൂർക്ക കിട്ടുന്ന സമയമാണ്. മിക്ക വീടുകളിലും ഒരുപാട് കൂർക്ക കൊണ്ടുള്ള ഐറ്റംസ് ആയിരിക്കില്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ കൂർക്ക ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം
കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ക്ലീൻ ചെയ്തെടുക്കുന്നത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. ഇനി വാങ്ങുന്ന സമയത്തെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞാൻ ഇതിനെയൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ചാറുകറിയല്ല കേട്ടോ വെക്കുന്നത്, ഉപ്പേരിയാണ് വെക്കുന്നത്. അങ്ങനെ ഞാൻ അതെല്ലാം കട്ട് ചെയ്ത് വേവിച്ചെടുത്ത് കടുകൊക്കെ ഒന്ന് താളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണയിൽ നമ്മുടെ കൂർക്ക അങ്ങനെ ചെറിയ തീയിലിരുന്നിട്ട് വാടി വാടി വരുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഈ കൂർക്കയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റം പറഞ്ഞാൽ നമ്മുടെ മുളക് വറുത്ത പുളിയാണ്. മുളക് വറുത്ത പുളിയും കൂർക്കപ്പേരിയും കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ വേഗം തന്നെ കൂർക്കയൊക്കെ ഒന്ന് താളിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇന്നൊക്കെയുള്ള കറി വെച്ചിരിക്കുന്നത് കുമ്പളങ്ങ വെച്ചിട്ടുള്ള മോര് കൂട്ടാനാണ് കേട്ടോ. അപ്പം മോര് കൂട്ടാൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മുടെ എന്താ പറയുക കൂർക്ക ഉപ്പേരി. അപ്പോൾ അത് രണ്ടും റെഡി ആയിട്ടുണ്ട്. ചോറിന് വാർത്ത് കഴിഞ്ഞാൽ ഉച്ചക്കലേക്കുള്ള ഭക്ഷണവും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതോടൊപ്പം നമ്മുടെ അടുക്കള ക്ലീനിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ 1-ാം തീയതിയുടെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.